ചാട്ടുകര പൈങ്കണ്ണിക്കൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു, 2 പേരെ കുത്തി. കുത്തേറ്റ ഒരാൾ മരിച്ചു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. ആരും കാണണ്ട, നേരം പോട്ടെ. ബിജോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിജോയ്, ആനയെ തളയ്ക്കാൻ സാധിച്ചോ? 2 പേർക്കാണ് കുത്തേറ്റത്. അതിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മറ്റേയാളുടെ പരിക്ക് എങ്ങനെയാണ്? നിസ്സാരമാണോ, സാരമുള്ളതാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് പൈങ്കിണിക്കൽ ക്ഷേത്രോത്സവത്തിന് വന്ന് കൊണ്ടുവന്ന ആനയാണ് ഉച്ചതിരിഞ്ഞ് ഒരു 3 മണിയോടെ ഉത്സവത്തിനായി ഒരുക്കുന്നതിനിടെ ഇടഞ്ഞോടിയത്. പാപ്പാനമ്മെ ആക്രമിച്ച് ഇടഞ്ഞോടിയ ആന പ്രധാന റോഡിലൂടെയാണ് ഓടുന്നത്. പോകുന്ന പോക്കിൽ വഴിയാത്രക്കാരായിരുന്ന മറ്റൊരാളെയും കൂടി ആന ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പേരെയാണ് ആക്രമിച്ചത്. അതിൽ ആലപ്പുഴ സ്വദേശിയായ മധു എന്ന് പറയുന്ന ആള് ഇപ്പോൾ മരിച്ചതായിട്ടാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. രണ്ടാമത്തെ ആൾക്കും അത്ര ഗൗരവമല്ലെങ്കിലും പരിക്ക് സാരമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും കിട്ടിയ വിവരം. അതേക്കുറിച്ച് കൂടുതൽ പറയാറായിട്ടില്ല. സ്കൂൾ വിടുന്ന സമയമായതുകൊണ്ട് സ്കൂൾ വാഹനങ്ങളും മറ്റും പോകുന്ന തിരക്കാണ് റോഡുകളിൽ. അതുകൊണ്ട് തന്നെ ആന വരുന്നത് ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ട്രാഫിക് നിയന്ത്രിക്കാനും മറ്റായാലും പോലീസും ആംബുലൻസും അടക്കമുള്ള വലിയൊരു സംഘം തന്നെ ആനയുടെ പിന്നാലെയുണ്ട്. ആനയെ ഇതുവരെയും തളച്ചിട്ടില്ലെന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. കിട്ടി. ഓക്കെ ബിജോയ്, ഇപ്പൊ ആനയെ തളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരെങ്കിലും സ്ഥലത്തെത്തിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എലിഫന്റ് സ്ക്വാഡിന്റെയും ആനപ്രേമി സംഘവും എല്ലാം ആനയുടെ പുറകെ തന്നെയുണ്ട്. പക്ഷെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നാണ് പറയുന്നത്. ആന റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കടവല്ലൂർ ഭാഗത്താണ് ഇപ്പോൾ ആന എത്തിച്ചേർന്നിരിക്കുന്നത്. കിട്ടി. വിജയ വിവരങ്ങൾ നൽകിയതിന്. ചിറ്റാട്ടുകര പൈങ്കണ്ണിക്കൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞോടിയിരിക്കുന്നു. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എലിഫന്റ് സ്ക്വാഡും പൂരപ്രേമി സംഘവും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ആന ഇതുവരെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഓടുന്നതിനിടയ്ക്ക് ആന 2 പേരെ കുത്തി. അതിൽ ഒരാൾ ആലപ്പുഴ സ്വദേശി മധു ആണ്. അയാൾ മരിച്ചിരിക്കുന്നു. മറ്റൊരാൾക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ബിജോയ് നൽകുന്ന വിവരം.